ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഗീറ എന്ന് ഇസ്ലാം അനുവദിച്ച ഒന്നുണ്ട്. ഗീറ, ഫീലിംഗ് ബിലോങ്ങിങ്നെസ്. ഭർത്താവിന് അവൾ എൻ്റെതാണ് എന്നുള്ള അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ അവകാശം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഭാര്യയ്ക്കും ഇത് എൻ്റെ ഭർത്താവാണ്, എനിക്കുള്ളതാണ് എന്നുള്ളത് ഉണ്ടായിരിക്കൽ ഇസ്ലാമിൻ്റെ ഭാഷയിൽ മുസ്തഹബായ സിഫത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനാ ഗയൂർ കാന ഇബ്രാഹിം ഗയൂറാൻ, ഞാൻ ഗയൂറാണ്, എനിക്ക് എൻ്റെ ഭാര്യമാരുടെ വിഷയത്തിൽ ഇത് എൻ്റെതാണെന്നുള്ള ഒരു അവകാശത്തിൻ്റെ തോന്നൽ എനിക്കുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലാ യുഗാറുല്ല മങ്കൂസുൽ ഖൽബ്, അതായത് ഈ കഴുത്തുകുത്തനുള്ള ഹൃദയം മാത്രമാണ് അങ്ങനത്തെ ഒരു അവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യയാണ്. അവൾക്കും തോന്നണം ഇത് എൻ്റെ ഭർത്താവാണ്. ഇത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അത്യാവശ്യമായ വിഷയമാണ്. എങ്ങനെയാണത്? അതിൽ തന്നെ ഗീറ എന്ന് പറയുന്നത് ഭാര്യ രണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുണ്ട്. ഇഷ്ടപ്പെടാത്തത് ചുമ്മാ അവളെ പിറകെ നടക്കുക, അവളെ ഇവിടെ പോയി അവിടെ വന്നു അങ്ങനെ സംശയിക്കുക, അത് ഇസ്ലാം വിരോധിച്ചതാണ്. എന്നാൽ അവള് യോജിക്കാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവനിക്കൊരു സ്വഭാവം ഉണ്ടാവണം. അവളവിടെ പോകാൻ പാടില്ലല്ലോ, അതിൽ അവനിക്ക് ഗീറയുണ്ട്. അവള് പോയി വരും, അത് ഭർത്താവല്ല. അതുപോലെ തന്നെ ഭാര്യ വരും, എൻ്റെ ഭർത്താവാണ്, അവൻ ഇന്ന സ്ഥലത്ത് ആഹാരം കഴിക്കണം, ഇന്ന സ്ഥലത്ത് ആഹാരം കഴിച്ചുകൂടാന്ന് അവർക്ക് വേണം. അയാൾ എവിടെന്നെങ്കിലും കഴിച്ചോണ്ട് വരട്ടെ, എൻ്റെ ജോലി ലാഭമായി എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഗീറയില്ലാത്തത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഖൈറ മൻ ലാ യുഗീർ. ഇങ്ങനെ ഗീറയില്ലാത്ത ഭാര്യ ഭർത്തൃബന്ധം, അതായത് ഭാര്യയ്ക്ക് തോന്നുന്ന ഒരു ബിലോങ്ങിങ്നെസ്, അത് എൻ്റെത് മാത്രമാണ്, എൻ്റെത് മാത്രമാണെന്നുള്ള തോന്നൽ. അത് എങ്ങനെ? ചുമ്മാ അയാളെ പിറകെ നടക്കാനല്ല, അയാൾ ചെയ്യാൻ പാടില്ലാത്ത പോവാൻ പാടില്ലാത്ത മജ്‌ലിസുകളിൽ പോകുമ്പോൾ അവൾക്ക് തോന്നണം നിങ്ങൾ അവിടെ പോരുത്. അതുപോലെ തന്നെ ഭാര്യ, അവള് പോവാൻ പാടില്ലാത്ത വിഷയങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത വിഷയങ്ങൾ ചെയ്യുമ്പോൾ അവനിക്ക് തോന്നുന്നു അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു രോഷം ഉണ്ടാവണം. അത് ഉണ്ടായില്ലെങ്കിൽ ഖൈറില്ലാത്ത ഭർത്താവ് എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം കഴുത്തുകുത്തലെന്നാ. അപ്പൊ ഭാര്യ ഭർത്തൃനിടയിൽ, എന്നാൽ ഭാര്യയും ഭർത്താവും ട്രാൻസ്പാരന്റ് ആയിരിക്കണം. ഒരിക്കലും ഭർത്താവിന്റെ വിഷയത്തിൽ ഭാര്യ സംശയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവ് സംശയിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്. ദേ ഷുഡ് ബി ട്രാൻസ്പെറന്റ്. അങ്ങനെ സംശയം എന്നാൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇലാഹിൽ പറഞ്ഞു, യാത്ര പോകുമ്പോൾ സ്നേഹിതന്മാരിൽ തമ്മിൽ ഹജ്ജിന് പോകുമ്പോൾ തെറ്റിയാൽ നിങ്ങൾ അവിടെ വെച്ച് പിരിഞ്ഞേക്കണം, അല്ലെങ്കിൽ ഹജ്ജ് ഫസാദായി പോകും. ഇവിടെ ഞാൻ പറയാൻ വരുന്ന വിഷയം, ഒരു കാട്ടറബി തന്റെ ഭാര്യയെ വേണ്ടാന്ന് പറഞ്ഞു. ഖാദിന്റെ മുമ്പേ പോയിട്ടൊരു പാട്ട് പാടി. എന്താണ്? അവളെ വേണ്ട, അവളോട് എനിക്ക് സ്നേഹമില്ല, പക്ഷെ അവളോട് ദേഷ്യവുമില്ല, വെറുപ്പുമില്ല. എന്താണെന്നറിയോ കാരണം? ഒരുപാട് ആളുകള് അവളുടെ വിഷയത്തിൽ എൻ്റെ കൂടെ ഷെയർ ചെയ്യാറുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവളെ നോക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് വേണം. നമ്മളെ ഭാര്യ എന്ത് ഡ്രസ്സ് അണിയും, അവളെ എവിടെയും പോവും, ആരും നോക്കും. ഭർത്താവ് അവള് പോയാ വരും, അത് ഗീറയില്ലാത്ത ഖൈറില്ലാത്ത ഭർത്താവ്. അതുപോലെ തന്നെ ഭാര്യ, എൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും ആഹാരമൊക്കെ കഴിച്ചോണ്ട് വന്ന് കിടക്കും, അത് ഖൈറില്ലാത്ത ഭാര്യ. അപ്പൊ ഇവിടെ കാട്ടറബി പറയാണ്, എനിക്ക് അവളോട് സ്നേഹമില്ല, പക്ഷെ വെറുപ്പുമില്ല. ഒരു കാര്യവും ശരിയാണ്. കാരണം എന്താണെന്നറിയോ? ഒരുപാട് പാർട്ട്നേഴ്സ്. എന്നിട്ട് പറയുന്നു, എന്റെ ആഹാരത്തിൽ ഈച്ച വീണാലേ തിന്നാൻ തോന്നും, പക്ഷെ ഞാൻ കൈവെക്കൂല. തിന്നാൻ തോന്നും, കൈവെക്കൂല, കാരണം ഈച്ച വീണുപോയി. എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ വിഷയത്തിൽ അവൾക്ക് എൻ്റെതുള്ളതാണ്, ഗീറ ഉണ്ടാവണം, അവൾ എൻ്റെതാണ്, അവളുടെ നിറം മണം രുചി എല്ലാം എനിക്കുള്ളതാണ് എന്നുള്ള ഗീറയില്ലാത്ത പുരുഷൻ, ഖൈറില്ലാത്ത പുരുഷൻ. പെണ്ണും അതുപോലെ തന്നെ ഭർത്താവ് എവിടെയും പോയി എന്തെങ്കിലും കഴിക്കും, എങ്ങനെ വന്ന് കിടക്കും, അതും ഖൈറില്ലാത്ത ഭാര്യ. എന്നിട്ട് പറഞ്ഞു,
ഇതൽ ഖിലാബു വലഗ്ന ഫീ, കാട്ടിലെ സിംഹം അങ്ങനെ നോക്കി കിടക്കും, ഭയങ്കര ദാഹിക്കും. പക്ഷെ നായ വെള്ളം കുടിച്ച സ്ഥലത്ത് എന്ത് ചെയ്യില്ല? സിംഹം കുടിക്കില്ല എന്ന് പറഞ്ഞു കാട്ടുനബി ഖാദിയോട്. സുബ്ഹാനല്ലാഹ്. ഗീറ. ويرتجي الكريم خميس بطن ولا يرضى مناهبة السفيه. നല്ല മനുഷ്യര് പട്ടിണി കിടക്കും, എന്നാലും ദുഷ്ടന്മാരുടെ വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കില്ല. അതുകൊണ്ട് എന്റെ ഭാര്യ എനിക്ക് വേണ്ട, ഒരു പ്രശ്നവും മുകളിലില്ല. എന്താണെന്നറിയോ? ഗീറ. എന്റെ ഭാര്യയാണ് അവള്. അവൾ ഒരുത്തൻ നോക്കുന്നത്, തുറിച്ചു നോക്കുന്നത് പോലും അവൻ ഇഷ്ടപ്പെടില്ല. അതാണ് ഗീറ എന്ന് പറയുന്നത്. ഗീറ രണ്ട് തരമാണ്. ഒന്ന് ഇസ്ലാം വിരോധിച്ച ഗീറ, അവളെ പറയേ കിടക്കുക, എവിടെ പോയി എന്ത് പോയി, അത് ഗീറല്ല, അത് അനുവദനീയമല്ല. എന്നാൽ എപ്പോഴാണോ അവള് പോകാൻ പറ്റാത്ത സ്ഥലത്ത് പോയത്, അപ്പം പുരുഷനാണെങ്കിൽ അവനിക്കൊരു ഗീറ ഉണ്ടാവണം, അതിന്റെ രോഷം അവൻ കാണിക്കണം. പുറത്തു വിടാനല്ല, തലാഖ് ചൊല്ലാനല്ല, വാക്കുകളിൽ കൂടി. അതുപോലെ തന്നെ ഭർത്താവിന്റെ വിഷയത്തിലും ഭാര്യമാര് അയാൾ എവിടെയും ആഹാരം കഴിച്ചുകൊണ്ട് വരും, എങ്ങനെയും കിടക്കും, അതും ശരിയല്ല. ആ ഭാര്യയിൽ ഇഖ്ലാസ് ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ഞാൻ ഈ പാടിയത്, ഈ ബൈത്ത് കണ്ടപ്പോ ഇങ്ങനെ ഗീറയുടെ വിഷയത്തിൽ, ഗീറ എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃക്കിടയിൽ ഉണ്ടാവേണ്ട മുഖ്യമായ സിഫത്തുകളിലാണ്. ഭർത്താവിന് എൻ്റെ ഭാര്യയാണ് അവൾ, അവരുടെ നിറം, മണം, രുചി എല്ലാം എനിക്കുള്ളതാണ്, അതിലാരെങ്കിലും കയ്യേറ്റം ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ദയ്യൂദ് സ്വർഗത്തിൽ കിടക്കില്ല. ആരാണ് ദയ്യൂദ്? ഭാര്യ വൃത്തികേട് അല്ലെങ്കിൽ വ്യഭിചാരം ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഭർത്താവ് സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.